ഹായ്! എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പുളിങ്കറികളുണ്ട്. അതിലൊരു നമ്മുടെ കൈപ്പുളി അല്ലാതെ, നാടൻ പുളി അല്ലാതെ മോരൊഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയറ്റും പുളിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിൽ പയറ്റും പുളി എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മൾ തോരനും മെഴുക്ക് പുരട്ടിക്കും ഒക്കെ എടുക്കണ പയറുണ്ടല്ലോ, ആ പയർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിയാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മൾ തോരനൊക്കെ വെക്കണേക്കാട്ടിലും കുറച്ചൊരു വലിപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്, കഴുകി ഇടുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങ വല്ലാതെ ചേർക്കണില്ല. അപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് നല്ല കൊഴുപ്പോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്കും കൂടി ഞാൻ ഈ കറിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ്, ഉപ്പും ചേർത്തിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പിച്ച് തേങ്ങയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് പാടത്ത് പണിക്കാരും വീട്ടിലുള്ളവരും എല്ലാവരും ആയിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോഴൊക്കെ അണുകുടുംബമായല്ലോ, അച്ഛൻ, അമ്മ, മക്കള്, അല്ലെങ്കിൽ ഒരു കുട്ടി, അങ്ങനെയൊക്കെ ആയി, ഇപ്പോൾ ചുരുക്കത്തിലായി. അപ്പോൾ അന്നൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും അകത്തും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും എന്നാൽ കറിക്ക് ചെറുന്ന് ലൂസായിട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറച്ചൊന്ന് പിശുക്കിയാലും ഇതിന് കറിക്ക് കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ടൊരു ട്രിക്കും കൂടി ഞാൻ ഈ കറിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ അമ്മമാരൊക്കെ മുത്തശ്ശിമാർക്കൊക്കെ അവരൊക്കെ ചെയ്യണ ഒരു കറികളാണ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കേട്ടോ അത് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പിച്ച് തേങ്ങയാണ് എടുത്തിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു അരമുറി തേങ്ങയൊക്കെ നല്ലോണം വേണ്ടി വരും ഇതൊന്ന് കൊഴുത്ത് വരാൻ വേണ്ടിയിട്ട് കറി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് വെക്കണം എന്നുള്ളത്. ഇത് ഞാൻ ഈ കറി ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ ഒരു പിച്ച്, നമ്മളിപ്പോൾ തേങ്ങ എടുത്ത അതേ ടൈപ്പിൽ ഒരു 5 വിരലിൽ ഒതുങ്ങണ ആ പിച്ച്, നമ്മൾ ചോറുണ്ണണ അതേ അരി, ഏത് അരിയാണെന്ന് വെച്ചാലും പ്രശ്നമില്ല, ചോറുണ്ടാക്കണ അതേ അരി അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു. അത് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഏതിലായാലും പ്രശ്നമില്ല. അതുകൂടി കുതിർത്തിയത് ഞാൻ ആ കുറച്ച് വെള്ളത്തോട് കൂടി അതിലേക്കിട്ടു. ഇനി ഇതിലേക്ക് അത് ആദ്യം ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അതൊന്ന് ആദ്യം അരഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്തു. അത്യാവശ്യം പുളി വേണം, നല്ല കട്ടത്തൈരും ആവരുത്, അത്യാവശ്യം പുളിയുള്ള ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ പയറൊക്കെ വെന്ത് ഒന്ന് വറ്റി വരുമ്പോഴേക്ക് നമ്മൾ ഈ അരപ്പും ചേർത്തു. ആവശ്യത്തിന് മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി നോക്കിക്കോളൂ, ഇത് തിളച്ച് വരുമ്പോഴേക്ക് നല്ല കൊഴുന്നനെയാവും. ഇത് നമ്മൾ മെമ്പേഴ്സ് കമ്മിയായ കാരണം ഞാൻ ചെറിയൊരു പാത്രത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. കുറച്ച് പുളി ഒന്ന് മുന്നിലേക്ക് നിൽക്കണം. എന്നിട്ട് ലാസ്റ്റ് കറി ഇതാണ്ടോ. അപ്പം ഞാൻ ഇളക്കി കാണിക്കണത് എന്താ വെച്ചാൽ അതിൻ്റെ കൊഴുപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിൽ തേങ്ങ ഒന്ന് പിശുക്കിയാലും നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ്. ഇത് നന്നായി ഒന്ന് തിളക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ അരിയൊക്കെ നമ്മൾ അരച്ചതൊന്ന് വേവണം, അല്ലെങ്കിൽ നമുക്ക് വയറ്റിലേക്കൊന്നും പിടിക്കില്ല, അതായത് വയറുവേദനയൊക്കെ വരും. അപ്പം നന്നായി തിളച്ച് കുറുകി വരട്ടെ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സാധാരണ താളിപ്പ്, കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ മുളക് പൊടി, അതും വറുത്തത്. നമ്മുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് ചോറിന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചെമ്പാവരി ചോറും ഇതും കൂട്ടിയിട്ട് ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്നാൽ കറി എല്ലാവർക്കും വിളമ്പണ പോലെ ഉള്ളിലത്തെ ആൾക്കാർക്കും പുറത്തെ ആൾക്കാർക്കും എല്ലാവർക്കും എത്തും ചെയ്യും. ഇത് തേങ്ങ ഒന്ന് പിശുക്കും ചെയ്യാം. അങ്ങനെയുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്, അടുത്തൊരു ക്വിക്ക് റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.